ടെസ് ഉപയോഗിക്കുന്നവരാണ്. പൈസ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റും നമ്മൾ ടെസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ടെസ് ബാക്കിയുള്ള UPI ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് ടെസ്സിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന സ്ക്രാച്ച് കാർഡുകളും അതിൻ്റെ ഗിഫ്റ്റ് കൂപ്പണുകളുമാണ്. അങ്ങനെ നമുക്ക് ധാരാളം പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ നമുക്ക് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന കാർഡ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബ്ലൂ കാർഡും റെഡ് കാർഡുമാണ്. ബ്ലൂ കാർഡ് ഓരോ വീക്കിലും 5 എണ്ണം വെച്ചും 150 രൂപയോ അതിൽ കൂടുതലോ ഉള്ള ട്രാൻസാക്ഷനാണ് ബ്ലൂ കാർഡ് കിട്ടുന്നത്. ഇത് മാക്സിമം 1000 രൂപ വരെയാണ് അടിക്കുന്നത്. വീക്കിൽ ഒരെണ്ണം വെച്ച് കിട്ടുന്ന മറ്റൊരു കാർഡാണ് റെഡ് കാർഡ്. ഇത് 500 രൂപയോ അതിൽ മുകളിലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റെഡ് കാർഡ്. ഇത് കൂടാതെ കുറച്ച് കാർഡുകളിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനകത്തുനിന്ന് ഓഫേഴ്സ് എന്ന ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ 150 രൂപയോ അതിൽ കൂടുതലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലൂ കാർഡും 500 രൂപയോ അതിൽ കൂടുതലോ കിട്ടുന്ന റെഡ് കാർഡും ഇവിടെ കാണാൻ സാധിക്കും. ഇത് കൂടാതെ നമ്മൾ ബിൽ പേയ്മെൻറ്റിലൂടെയും നമുക്ക് ഇങ്ങനെ ക്യാഷ് കൂപ്പണുകൾ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ബിൽ പേയ്മെൻറ്റിലൂടെ കൂപ്പണുകൾ ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ല് പേ ചെയ്യണം. ഇത് ടെസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതാനും ബില്ലേഴ്സ് ഉണ്ട്. അതായത് കുറച്ച് നെറ്റ്വർക്കുകൾ, ടെലിഫോൺ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ്, ഇലക്ട്രിസിറ്റി ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ കുറേ മെർച്ചൻസ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ ബില്ലുകൾ ഇതിലൂടെ പേ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുകണക്ക് കാർഡ് കിട്ടുകയും ഇതിൽ നിന്ന് നമുക്ക് 3 മടങ്ങ് വരെ ബില്ലിൻ്റെ 3 മടങ്ങ് വരെ ക്യാഷ് ബാക്ക് ഇതിലൂടെ ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുകൂടാതെ ഉള്ള ഒരെണ്ണമാണ് റെൻറ്റ് പേ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും. ഇതൊരു ഗ്രീൻ കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് 5000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓരോ മാസവും കിട്ടും. ഇത് ഒരു മാസത്തിൽ ഒരെണ്ണമാണുള്ളത്. 100% ക്യാഷ് ബാക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ്. അതായത് ഈ കാർഡ് കിട്ടുമ്പോൾ നമ്മൾ ഒരെണ്ണം സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതിനെ കൂടാതെ ആ ഒരു മാസം കഴിയുമ്പോൾ 100% വരെ ക്യാഷ് ബാക്ക് നമുക്ക് എത്രയാണോ റെൻറ്റ് അടച്ചത് അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഓരോ ബില്ലിനും 1000 രൂപ വരെ ക്യാഷ് ബാക്ക് ഉള്ളതുണ്ട്. പിന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 51 രൂപയുടെ ഷുവറായിട്ടും കിട്ടുന്ന ക്യാഷ് ബാക്ക്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ റെൻറ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാർഡ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 5000 അതിൽ കൂടുതലോ രൂപയായിരിക്കണം നമ്മൾ റെൻറ്റിന് വേണ്ടി ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ## റെൻറ്റ് വിത്ത് ടെസ് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ പാർട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് നമുക്കൊരു ഗിഫ്റ്റ് കൂപ്പൺ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുകയുള്ളൂ. ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു മാസത്തിൽ ഒരു തവണയാണ് ഈ കാർഡ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ കാർഡ് റിവാർഡ്സിൽ കിട്ടുകയും ഇതിലൂടെ എനിക്ക് 15 രൂപയാണ് അടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം കഴിയുമ്പോൾ ആ അടച്ച 5000 മേളിൽ എത്രയാണോ അടച്ചത് അതിൻ്റെ അപ് ടു 100% അത്രത്തോളം രൂപ തന്നെ ക്യാഷ് ബാക്കായിട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. ടെസ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർക്കും പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഞാൻ ഇൻവൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഡയറക്റ്റ് ടെസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്ന ഫ്രണ്ടിനും നമുക്കും 51 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഈ 51 ആദ്യത്തെ 51 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന 51 ലഭിക്കുകയില്ല. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു റെഫറൽ ID കൂടി തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾ റെഫറൽ ID ഉപയോഗിച്ചല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു കോഡുണ്ട്. ആ പ്രോമോ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ 51 രൂപ തിരിച്ചെടുക്കാൻ സാധിക്കും.